ബി.ജെ.പി. ആനക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനക്കര പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പഞ്ചായത്തിലെ ഭരണസ്തംഭനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ആനക്കര വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ബി.ജെ.പി. ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ മണ്ഡകത്തിലിന്റെ അധ്യക്ഷതയിൽ കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. എസ്.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറി കെ.വി. ദിവാകരൻ, രതീഷ് തണ്ണീർക്കോട്, വിഷ്ണു മലമൽക്കാവ്, കെ.പി. ചന്ദ്രൻ, കെ.സി. കുഞ്ഞൻ, രതീഷ്, പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഇവിടുത്തെ മെമ്പർമാര് ചായയും കുടിച്ച് രാവിലെ പരിപ്പുവടയും കഴിച്ച് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ സുഖലോലുപരായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആനക്കര പഞ്ചായത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നാണം കെട്ട ഒരു ഭരണസമിതി, ഇത്രയും നാണം കെട്ട ഒരു ഭരണസമിതി ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ടുകൊണ്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് നിലക്ക് നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ആളുകളാണ് കോൺഗ്രസിനുള്ളതെങ്കിൽ നാണം കെട്ട് എന്തിനാണോ കോൺഗ്രസ് ഇതിന്റെ പിന്നില് നിങ്ങളിങ്ങനെ തൂങ്ങി ആടുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടുത്തെ CPM-കാരുടെ നാണമുണ്ടോ, നട്ടലുണ്ടോ? നിങ്ങളുടെ മെമ്പർമാരില്ലേ ഇവിടെ? ചോദിക്കാനുള്ള നട്ടലുണ്ടോ ഇവിടുത്തെ CPM-കാരന്? ഇവിടെ പഞ്ചായത്ത് റോഡുകളടക്കം, കുടിവെള്ള പദ്ധതി അടക്കം, ഇവിടുത്തെ കൃഷിക്കാരനുഭവിക്കുന്ന ദ്രോഹങ്ങളിൽ വരെ യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ നാണം കെട്ട് ആ കസാരയിൽ ഇരുന്ന് ഇങ്ങനെ തിരിയാണ് ഇവിടുത്തെ മെമ്പർമാരൊക്കെ. എന്ത് നാണക്കേടാണിത്? ഈ തൃത്താല നിയോജക മണ്ഡലത്തില് ഇത്രയും നശിച്ചു നാരായണക്കല്ലോ